നമ്മൾ 5 എലമെന്റ് എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചു. നമ്മൾ ഭാരതീയ ചിന്താധാര പ്രകാരം അല്ലെങ്കിൽ ഭാരതീയ കൺസെപ്റ്റ് പ്രകാരം ഉള്ളതെന്ന് രണ്ടെണ്ണമാണ് നമുക്ക് പൊതുവെ മാറ്റം എന്ന് പറഞ്ഞു. അതൊന്ന് വന്നിട്ട് നമ്മൾ വായു എന്ന് പറയുന്നതിന് TCMൽ മെറ്റൽ എന്ന് പറയും. പിന്നെ മാറ്റം വരുന്നത് നമ്മൾ സ്പേസ് അല്ലെങ്കിൽ ആകാശം എന്ന് പറയുന്നതിനെ വുഡ് എന്നുള്ള കൺസെപ്റ്റിലാണ് എടുക്കുക. ഓക്കെ, ഇതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് ഇൻയാങ്ങിൽ പറഞ്ഞ കാര്യങ്ങളും മറ്റുള്ളതൊക്കെ എന്നിട്ട് റിപ്പീറ്റ് ചെയ്ത് പറയും. അത് ബോറടിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അത് ആ വാക്കുകൾ നമ്മൾ മനസ്സിനകത്തേക്ക് കടന്നു വരണം. അപ്പൊ നിങ്ങളൊരു അക്യുപഞ്ചറിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 5 എലമെന്റ് തിയറി വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. കാരണം നമ്മുടെ പ്രകൃതി തന്നെ 5 എലമെന്റാലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റിക്ക് മാത്രമായിട്ടല്ല, മറിച്ച് ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ ഈ ഒരു നമ്മുടെ ഇൻയാങ്ങിന്റെ സിമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ചൈനയിൽ ചൈനീസ് സിസ്റ്റത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കരാട്ടയ്ക്കും കുങ്ഫൂനും അതേമാതിരി തന്നെ വീട്ടിൽ വന്നിട്ട് ഈ ഫിങ്ഷിയൊക്കെ വന്നിട്ട് ഈ 5 എലമെന്റും ഇൻയാങ്ങുമായിട്ടൊക്കെ കണക്റ്റഡ് ആയതുകൊണ്ട് ഒട്ടുമിക്ക ഇവിടങ്ങളിലും ഈ ലോഗോ അവിടെ സുപരിചിതമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അവരുടെ ലൈഫിന്റെ തന്നെ ഭാഗമാണ് ഈ ഇൻയാങ് സിമ്പിളും അതേമാതിരി തന്നെ 5 എലമെന്റ്സും. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു പ്രകൃതിയിൽ ചീ മാത്രമേ ഉള്ളൂ. ആ ചീനെ തന്നെയാണ് നമ്മൾ ഇൻ ആൻഡ് യാങ് ആയിട്ട് കണ്ടതെന്ന് പറഞ്ഞു. ഈ ചീനെ തന്നെയാണ് അതിന്റെ സ്വഭാവങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ 5ആയിട്ട് കണ്ടത്. അത് ഫയർ, എർത്ത്, മെറ്റൽ, വാട്ടർ, വുഡ് എന്ന് പറയും. ഇതിനകത്തെല്ലാം തന്നെ ഇൻയാങ്ങും ഉണ്ട്. അതേമാതിരി തന്നെ ഇതെല്ലാം ഒരു ചീയിൽ ഉണ്ടായത് കൊണ്ട് ഈ ഫയർ എന്ന് പറയുന്ന ചീക്കകത്ത് എർത്തും ഉണ്ട്, മെറ്റലും ഉണ്ട്, വാട്ടറും ഉണ്ട്, വുഡും ഉണ്ട്. പക്ഷെ ഫയറിന്റെ ക്വാളിറ്റി ആയിരിക്കും കൂടുതൽ. ക്ലിയർ ആയോ? അതേമാതിരി തന്നെ എർത്തിനകത്തും അതേമാതിരി എന്തൊക്കെയുണ്ട്? ഫയർ ഉണ്ട്, മെറ്റൽ ഉണ്ട്, വാട്ടർ ഉണ്ട്, വുഡ് ഉണ്ട്. അത് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഭൂമി നമുക്ക് വളരെ വലുതായിട്ടും അതിന് നമുക്ക് സ്ഥിരമായിട്ട് അതിനകത്തുള്ളത് കൊണ്ട് തന്നെ ഭൂമിക്കകത്ത് ചൂടുള്ളതും ജലമുള്ളതും മൂലകങ്ങളുള്ളതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ബാക്കിയുള്ളതിൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ ആദ്യം ഈ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇതെല്ലാം ഒരു ചീയുടെ ഭാഗമായതുകൊണ്ട് തന്നെ എല്ലാം എല്ലാത്തിലും ഉണ്ടാവും. അപ്പോൾ മെറ്റലിനകത്തും വന്നിട്ട് എന്തൊക്കെയുണ്ട്? വായു, മറ്റേ വാട്ടർ ഉണ്ട്, വുഡ് ഉണ്ട്, ഫയർ ഉണ്ട്, എർത്തും ഉണ്ട്. പക്ഷെ മെറ്റലിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ മെറ്റലിന്റെ ചീ കൂടുതലായിരിക്കും. എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ എന്നിലും ഒരു ഇന്നുണ്ട്, പക്ഷെ എന്നിൽ യാങ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, അതുകൊണ്ട് യാങ് ആയിട്ട് നിങ്ങൾ കാണുന്നു. അതേമാതിരി വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ സ്ത്രീനെ നിങ്ങൾ കാണുന്ന സമയത്ത് അവരിലും യാങ് ഉണ്ട്, പക്ഷെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇന്നിന്റെ ക്വാളിറ്റി ആയിരിക്കും. സോ അതേപോലെ തന്നെയാണ് ഈ എലമെന്റ്സിലെല്ലാം തന്നെ എന്തുണ്ട്? എല്ലാ എലമെന്റുകളും ഉണ്ട്, അല്ലാണ്ട് ഒരൊറ്റ എലമെന്റ് ആയിട്ട് ഏതുമില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ ഏറ്റവും ചെറിയ കണിക എന്ന് പറഞ്ഞ ആറ്റം എടുത്താൽ പോലും അതിനകത്ത് 3 എണ്ണം ഉണ്ട്. ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഒരു പ്രോട്ടോൺ ഉണ്ട്, ഒരു ന്യൂട്രോൺ ഉണ്ട്, അല്ലേ? സോ അതേമാതിരി തന്നെയാണ് ഈ 5 എലമെന്റ്സിനകത്തൊക്കെ തന്നെ എല്ലാത്തിലും 5 എലമെന്റ് ഉണ്ട്. പക്ഷെ അതിന്റെ റേഷ്യോ ഏതാണോ കൂടുതൽ നമുക്ക് അത് ഹൈലൈറ്റ് ആവുന്നു. ക്ലിയർ ആയോ? ഇത് മനസ്സിലായോ? ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പുതിയ ആളുകൾ കഴിയുന്നതും പുതിയ ആളുകൾ ഉത്തരം പറയാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് തന്നെ അറിയാലോ ആദ്യമായിട്ടാണോ പഠിക്കണോ ഇല്ല എന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ ആരൊക്കെയോ മൈക്കോ ഹലോ ഹലോ സാറ് കേൾക്കുന്നുണ്ട്? അല്ല, അവിടെ ആരൊക്കെയോ 2 എണ്ണത്തിലൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഈ എക്കോ അടിക്കുന്നത്. ഓക്കെ, സോ അപ്പൊ ഈ 5 എലമെന്റിനെയാണ് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ പ്രകൃതിയെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതേ പ്രകൃതിയെ മനസ്സിലാക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിനെ മനസ്സിലാക്കണമെങ്കിലും തന്നെ രണ്ടും തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ്. ഒന്നിൽ നിന്ന് വേറൊന്നും മാറ്റമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ പറയുമ്പോൾ 5 എലമെന്റ് പറയുമ്പോൾ ചിലവർ ആദ്യം വുഡ് പറയും, വാട്ടർ പറയും, മെറ്റൽ പറയും, എർത്ത് പറയും, അല്ലേ? ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് പോലെ പറയും. നമുക്കതിനൊരു ഓർഡറിൽ പറഞ്ഞു പഠിക്കാം. TCMന്റെ പറയുമ്പോൾ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഫയർ എന്ന് തുടങ്ങാനാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭൂമി ഉണ്ടായ ചരിത്രം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഭൂമി നേരത്തെ ഭൂമി എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ്
അത് ഒരു അഗ്നിഗോളമായിരുന്നു എന്നാണ് പറയുന്നത്. ഭൂമി എന്ന് പറയുന്നത് സൂര്യനെ പോലെ കത്തിക്കൊണ്ടിരുന്ന ഒരു ഗോളമായിരുന്നു. ആ ഗോളം അഗ്നി പോയ ശേഷമാണ് എന്തായത് ഭൂമിയായിട്ട് മാറിയത്. ആ ഭൂമിയുടെ ഒരു പ്രത്യേകതയായിരുന്നു നിറയെ മൂലകങ്ങൾ, ബാക്കിയുള്ള എന്താ പറയുക ഗ്രഹങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ മൂലകങ്ങൾ, എലമെന്റൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഭൂമിയിലാണെന്ന് പറഞ്ഞു. ഈ ഭൂമിയിലുള്ള മെറ്റലുകൾ തമ്മിൽ ചേർന്നിട്ടാണ്, അല്ലെങ്കിൽ വായു തമ്മിൽ ചേർന്നിട്ടാണ് ജലം ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്. ജലത്തിൽ നിന്നാണ് എല്ലാ ജീവജാലങ്ങളും, പ്രത്യേകിച്ച് ആദ്യം ഉണ്ടായിരുന്നത് സസ്യജാലങ്ങളാണ്. ആ സസ്യജാലങ്ങൾ തന്നെയാണ് പിന്നീട് ഫയറായിട്ട് കൺവേർട്ട് ആവാൻ സഹായിക്കുന്നത്. ഫയറിന്റെ ഏതെങ്കിലും ഒരു സോഴ്സ് ആയിട്ട്, അതായത് ഒന്നില്ലെങ്കിൽ അത് കരിയായിട്ട് മാറുന്നു, അതല്ലെങ്കിൽ ക്രൂഡ് ഓയിൽസ് ആയിട്ട് മാറുന്നു. എന്ത് തന്നെ ആണെങ്കിലും, പിന്നെ ഉണങ്ങിയ വിറകാണെങ്കിൽ അതും ഫയറിനെ ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സോഴ്സായി മാറുന്നു. ഭൂമിയുടെ അവസാനം വന്നിട്ട് നമ്മൾ അഗ്നിയായിട്ട് തന്നെ മാറുന്നതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫയറിൽ നിന്നും തുടങ്ങി ഫയറിൽ അവസാനിക്കുന്ന രീതിയിൽ പറയുമ്പോൾ ഒരു അടുക്കും ചിട്ടയുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുമ്പോൾ ഫയർ, എർത്ത്, മെറ്റൽ, വാട്ടർ, വുഡ് ആൻഡ് അഗെയിൻ കംസ് ടു ഫയർ എന്നാ പറയുക. ഇതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. ഇതിനെ വന്നിട്ട് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ചാർട്ടിനെ ക്രിയേറ്റീവ് സൈക്കിൾ അല്ലെങ്കിൽ ജനറേറ്റിംഗ് സൈക്കിൾ, അങ്ങനെ പല പേരിൽ വിളിക്കും. ചൈനീസിലാണെങ്കിൽ കോ സൈക്കിൾ എന്ന് പറയും, അല്ലെങ്കിൽ ഷെങ് സൈക്കിൾ എന്നും പറയും, പല പേരിൽ വിളിക്കും. ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊരു സാധനം നിങ്ങൾ കത്തിച്ചു കഴിഞ്ഞാലും, അഗ്നി ഏത് സാധനത്തിനെ കത്തിച്ചു കഴിഞ്ഞാലും അതിൻ്റെ അവസാനത്തിൽ കിട്ടുന്നത് ചാരമാണ്. ചാരം എന്ന് പറയുന്നത് മണ്ണാണ്. അതുകൊണ്ട് തന്നെ ഫയറിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? എർത്ത് കിട്ടുന്നു എന്നാണ് നമ്മളുടെ ഇവിടെ കൺസെപ്റ്റ്. അതുകൊണ്ടാണ് അഗ്നിഗോളമായിരുന്നത് കത്തി അമർന്നപ്പോഴാണ് ഭൂമി ഉണ്ടായതെന്ന് പറയുന്നത്. ഈ ഭൂമിയുടെ പ്രത്യേകതയാണ് എന്ത്? അവിടെ പല മൂലകങ്ങളുണ്ട്. അപ്പോൾ ഫയർ ജനറേറ്റ്സ് ഓർ ക്രിയേറ്റ്സ് ഓർ പ്രൊമോട്ട്സ് എർത്ത്. ഫയർ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എർത്ത് കിട്ടുന്നത്. എർത്ത് നിന്നാണ് നമുക്ക് മൂലകങ്ങൾ കിട്ടുന്നത്. ഭൂമിക്ക് നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഭൂമിയാണ് തരുന്നത്. അത് സ്വർണ്ണമാണെങ്കിലും വെള്ളിയാണെങ്കിലും എന്ത് തന്നെ ആഹാരമാണെങ്കിലും തന്നെ അതിൻ്റെയൊക്കെ സോഴ്സ് തുടങ്ങുന്നത് എർത്ത് നിന്നാണ്. അപ്പൊ ഈ മെറ്റലുകൾ തമ്മിൽ ചേർന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? വെള്ളം കിട്ടിയത്. ഒരു ക്രിയേഷൻ, ജീവനുള്ള ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും പ്രയോറിറ്റിയിലുള്ള സാധനമാണ് ജലം. ആ ജലമുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് മനുഷ്യന്റെ എന്താ പറയുക, പണ്ട് കാലത്ത് ഈ എന്താ പറയുക ഓരോ സമുദായങ്ങളും അല്ലെങ്കിൽ ഓരോ എന്താ പറയുക നമ്മൾ പറയുന്ന എന്താ പറയുക ഭാരതീയ എല്ലാ കൾച്ചേഴ്സും ആരംഭിക്കുന്നത് ജലത്തിന്റെ സോഴ്സ് എന്നാണ്. അതുപോലെ തന്നെയാണ് കാടുകളിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി, മൃഗങ്ങളെല്ലാം തന്നെ കൂടുതലും അധിവസിക്കുന്നത് ഇതിൻ്റെ വെള്ളത്തിന്റെ പോസിബിലിറ്റി അനുസരിച്ചിട്ടാണ്. സോ അവിടെ നമുക്ക് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെള്ളം എന്ന് പറയുന്നത് ജീവന്റെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ ജനിക്കുന്ന സമയത്ത് ഏകദേശം നമ്മുടെ ശരീരത്തിന്റെ 80% വെള്ളത്താലാണ് ക്രിയേറ്റഡ് എന്ന്. നമ്മൾ പ്രായം കൂടുന്തോറും ഈ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു വരും. മരണസമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വെള്ളത്തിന്റെ അളവ് വളരെ വളരെ കുറവായിരിക്കും. അപ്പം നമ്മുടെ ശരീരത്തിനകത്ത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ വെള്ളത്തിന്റെ അളവെന്ന് പറയുന്നത്. ഈ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമാണ് സസ്യജാലങ്ങൾ ഉണ്ടാവുള്ളൂ. സസ്യജാലങ്ങൾ ഉണ്ടായാൽ മാത്രമേ ബാക്കിയുള്ള ജന്തു മൃഗങ്ങൾക്ക്, അതായത് ഇൻക്ലൂഡിങ് മനുഷ്യനടക്കമുള്ളവയ്ക്ക് നിലനിൽപ്പുള്ളൂ. കാരണം ഫുഡിന്റെ ഉറവിടം എന്ന് പറയുന്നത് തന്നെ വുഡാണ്. ഈ വുഡ് അഗെയിൻ നമുക്ക് എന്തായിട്ട് കിട്ടും? ഫയറായിട്ട് മാറും. അങ്ങനെ തന്നെയാണ് ഇപ്പൊ പണ്ട് കാലത്ത് മരങ്ങൾ കാടായിരുന്ന സ്ഥലമാണ് ഇന്നത്തെ മരുഭൂമികൾ. ഇന്ന് വളരെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ പിന്നീട് മരുഭൂമിയായി മാറ്റപ്പെടും. അത് പ്രകൃതിയുടെ നിയമമാണ്. എല്ലാത്തിനും മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഏതും ഇവിടെ സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു സാധനമാണ് എല്ലാത്തിനും. അതുപോലെ തന്നെ ഈ 5 എലമെന്റിനും ട്രാൻസ്ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചീനെ നശിപ്പിക്കാനോ ക്രിയേറ്റ് ചെയ്യാനോ പറ്റില്ല. അത് ഇവിടെ തന്നെ രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് തന്നെ. സോ ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ഇത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് കാര്യങ്ങൾക്ക്, അതായത് രോഗം വരുന്നത് തൊട്ടിട്ട് എല്ലാത്തിനും നമുക്ക് ഈ ഒരു ക്രിയേറ്റീവ് സൈക്കിൾ നമുക്ക് ഉപയോഗിക്കാം. കാരണം പഞ്ചഭൂതങ്ങൾ മാത്രമേ ഭൂമിയിലുള്ളൂ എന്നാണ് TCM പറയുന്നത്. ഓക്കെ,
സോ എന്താണ് ഇതിന്റെ കണക്ഷൻസ് എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് ടെക്നിക്കലി എഴുതിയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. ഇന്റർ പ്രൊമോഷൻ റെഫേഴ്സ് ടു എ മ്യൂച്വൽ പ്രൊഡക്ഷൻ ആൻഡ് ജനറേഷൻ വെയർ ബൈ ഈച്ച് എലമെന്റ് ഗീവ്സ് ബർത്ത് ടു വൺ ഓഫ് ദി അതേഴ്സ്. ഒരു എലമെന്റിൽ നിന്നും വേറൊരു എലമെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് ഈ ക്രിയേറ്റീവ് സൈക്കിളിന്റെ പ്രധാനപ്പെട്ട എന്താ പറയാ ഫങ്ഷൻ തന്നെ. സോ അതാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത്. അപ്പൊ ഇങ്ങനെ ഒരു എലമെന്റിൽ നിന്നും വേറൊരു എലമെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാൻ ആരാണോ ഉൽപ്പാദിപ്പിച്ചത് അവരെ അമ്മ എന്നും, ആ എലമെന്റിൽ നിന്നും ഏത് എലമെന്റ് ആണോ ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് അതിന് സൺ എന്നും പറഞ്ഞുകൂടെ? പറയാൻ പറ്റില്ലേ? ഇപ്പൊ ഫയർ എന്നാണ് എർത്ത് ഉണ്ടായെന്ന് ഞാൻ പറയുമ്പോൾ നമുക്ക് ഫയറിനെ മദറായിട്ടും എർത്തിനെ ഫയറിന്റെ സണ്ണായിട്ടും കാണാൻ പറ്റും, ഇല്ലേ? പറ്റില്ലേ? പറ്റും. അതേമാതിരി തന്നെ എർത്ത് നിന്നാണ് മെറ്റൽ ജനറേറ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ അപ്പൊ എർത്തിനെ മദർ എന്നും മെറ്റലിനെ എർത്തിന്റെ സൺ എന്നും വിളിക്കാം. മെറ്റൽ നിന്നാണ് വാട്ടർ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ മെറ്റലിനെ മദറായിട്ടും വാട്ടറിനെ സണ്ണായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാം. അതേപോലെ വാട്ടറും വുഡും തമ്മിൽ കണക്ഷൻ എടുക്കുന്ന സമയത്ത് വാട്ടറിൽ നിന്നാണ് വുഡ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ വാട്ടറിനെ ഇപ്പൊ മദർ എന്ന് പറയാം, വുഡിനെ സൺ എന്ന് പറയാം. വുഡിൽ നിന്നാണ് ഫയർ ഉണ്ടാവുന്നത്, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഫയറിന്റെ മദറായിട്ട് വുഡിനെയും വുഡിന്റെ സണ്ണായിട്ട് ഫയറിനെയും നമുക്ക് പറയാം, ഇല്ലേ? അപ്പൊ ഇതിനൊരു ഒറ്റവാക്കി എങ്ങനെ പറയാന്ന് വെച്ചാൽ എളുപ്പത്തിൽ ഒരു മകൻ വേറൊരു കുഞ്ഞിന്റെ അമ്മയാവും, ശരിയല്ലേ? മദർ ആൻഡ് സൺ എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എർത്ത് എന്ന് പറയുന്നത് ഫയറിന്റെ സണ്ണാണെങ്കിൽ മെറ്റലിന്റെ മദറാണ്, ആണോ? ഹലോ നിഖില, ഫയർ എന്ന് പറയുന്നതെന്നാണ്, ഫയർ എന്ന മദറിൽ നിന്നാണ് എർത്ത് എന്ന സൺ ഉണ്ടായെന്നാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്, അല്ലേ നിഖില? അപ്പോ എർത്ത് എന്ന് പറയുന്നത് മെറ്റലിന്റെ മദറാണ്. അപ്പൊ എപ്പോഴും ഒരു ആ റോൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എക്സാമ്പിൾ, ഇന്നൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഇന്ന് അത് ഒരു ചെറിയ പെൺകുട്ടിയാണെങ്കിൽ നാളെ അതൊരു ഭാര്യയാവും, ഭാര്യയായ ശേഷം അമ്മയാവും, ഇല്ലേ? മുത്തശ്ശിയാവും. ഇതൊക്കെ തന്നെ നമുക്ക് ഈ 5 എലമെന്റിലും കാണാൻ പറ്റും എന്ന് പറയാം. ഓക്കെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം ഫയർ എർത്ത് ആൻഡ് മെറ്റലിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫയർ വന്നിട്ട് ആരുടെ മദറാണ്? എർത്തിന്റെ മദറാണ്. അപ്പോൾ ഫയറും മെറ്റലും തമ്മിലുള്ള കണക്ഷൻ എടുക്കുകയാണെങ്കിൽ ഗ്രാൻഡ് മദർ ആൻഡ് ഗ്രാൻഡ് സൺ റിലേഷൻ എടുത്തൂടെ? അപ്പോൾ ഇങ്ങനെ തമ്മിൽ എല്ലാം തമ്മിൽ ഏതെങ്കിലും രീതിയിൽ എല്ലാ എലമെന്റ്സും എല്ലാ എലമെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോഴേ ഒരു ജിയിൽ നിന്ന് ഉണ്ടായതാണെന്നുള്ള അർത്ഥമുള്ളൂ, ശരിയല്ലേ? അതെ. അപ്പോൾ എല്ലാ എലമെന്റിന്റെയും ക്വാളിറ്റി ഡിഫറെന്റ് ആണെങ്കിൽ പോലും, അതിന് വ്യത്യസ്ത സ്വഭാവ ഗണങ്ങളാണെങ്കിൽ പോലും ഒന്നിൽ നിന്നാണ് മറ്റൊന്നുണ്ടാവുന്നതും ആ എല്ലാ എലമെന്റുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പൊ ഈ ആരോ മാർക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫയറിന്ന് എർത്തിനെ കണക്ട് ചെയ്യുന്നുണ്ട് മദർ ആൻഡ് സണ്ണ് നിയമപ്രകാരം. ഫയറും മെറ്റലും തമ്മിൽ കണക്റ്റഡ് ആണ് ഗ്രാൻഡ് മദർ എന്നുള്ള രീതിയിൽ, ആണല്ലോ? അതെ. അപ്പൊ എല്ലാം തമ്മിൽ പരസ്പരം, നമുക്ക് ഇനി കുറച്ചുകൂടെ ഡെപ്ത് ആയിട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഈ നിയമം നിങ്ങൾ TCMനെ വിശ്വസിച്ചിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ, പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ എല്ലാ പ്രകൃതിയിലുള്ള സാധനങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കും. കാരണം ഫയറും വെള്ളത്തിന്റെയും ക്വാളിറ്റി എടുത്തു കഴിഞ്ഞാൽ തമ്മിൽ ബന്ധപ്പെടുത്താൻ നിങ്ങൾക്ക് എന്തെങ്കിലും മാച്ച് ചെയ്ത് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ മറ്റേ മെറ്റലിന്റെ ക്വാളിറ്റിയും വുഡിന്റെ ക്വാളിറ്റിയും, അല്ലെങ്കിൽ മെറ്റലിന്റെ ക്വാളിറ്റിയും വാട്ടറിന്റെ ക്വാളിറ്റിയും, അല്ലെങ്കിൽ മെറ്റലും ഫയറും തമ്മിൽ, മെറ്റൽ എർത്തും തമ്മിൽ എന്തെങ്കിലും പരസ്പരമായിട്ട് നമുക്ക് ജനറൽ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ തമ്മിൽ യാതൊരു ബന്ധവും നമുക്ക് അറിയാൻ പറ്റില്ല, ശരിയല്ലേ? ക്വാളിറ്റി ഫയറിന്റെ അടുത്ത് വുഡ് കൊണ്ടുപോയി കഴിഞ്ഞാൽ വുഡ് കത്തിയാ പോകുന്നത്, അല്ലേ? നമുക്ക് പക്ഷെ ഇതെല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്, ഒന്നിൽ നിന്നാണ് വേറൊന്നുണ്ടാവുന്നത്. അപ്പൊ നമുക്കറിയില്ല, അല്ലെങ്കിൽ നമ്മൾ ആ വഴി ചിന്തിച്ചില്ല എന്നേ ഉള്ളൂ, ശരിയല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മരം എടുത്ത് കത്തിക്കും, പക്ഷെ
മരം എടുത്ത് കത്തിക്കുന്ന സമയത്ത് അഗ്നി ഉണ്ടായി എന്നല്ലാണ്ട് മരം അഗ്നിയെ ജനിപ്പിച്ചു എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ആലോചിച്ചിട്ടില്ല. അതുകൊണ്ട് അത് തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലായില്ല. ശരിയല്ലേ? അതെ സർ. ഒരു തീ കത്തുന്നു, വെള്ളം എടുത്ത് ഒഴിക്കുന്നു, അണയ്ക്കുന്നു, അത്രമാത്രമേ നമ്മൾ ചിന്തിച്ചുള്ളൂ. അതിന് തമ്മിലുള്ള കണക്ഷനെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, കാറ്റടിക്കുന്ന സമയത്ത് തീ എന്തുകൊണ്ടാണ് കൂടുതൽ കത്തുന്നത് എന്നുള്ളതൊന്നും നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ബന്ധങ്ങൾ മനസ്സിലാകാതെ പോകുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, പുതിയ ഒരു കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ആൾറെഡി പഠിച്ച കാര്യങ്ങളെ ഉള്ളിലിട്ട് വന്നു കഴിഞ്ഞാൽ, ഒരു പേപ്പറിൽ വന്നിട്ട് നിറയെ എഴുതി അതിനെ മായ്ച്ച് കുറേ കഴിയുന്ന സമയത്ത് ആ പേപ്പറിനകത്ത് എന്ത് നല്ലത് എഴുതിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ഒന്നും എഴുതാത്ത പേപ്പറായി പോയിരുന്നാൽ മാത്രമേ പറയുന്ന കൺസെപ്റ്റ് മനസ്സിലാവുള്ളൂ. അതല്ലെങ്കിൽ ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിലെടുത്ത കാര്യങ്ങളായിട്ട് കമ്പയർ ചെയ്യും. ഇതെല്ലാം എലമെന്റൽ ഫാക്ടറിൽ ഒന്ന് തന്നെയാണെങ്കിലും അപ്രോച്ച് ചെയ്യുന്ന വിധം അല്ലെങ്കിൽ ഞാൻ പറയുന്ന വിധം വ്യത്യാസമായിരിക്കും. ഓക്കെ, ദ ബിഗിനിങ് ബീങ് പ്രൊമോട്ടഡ് ആൻഡ് പ്രൊമോട്ടിങ്, അതായത് ഒന്നിനെ മറ്റേ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുകയും ഒന്നിനെ ജനിപ്പിക്കുകയും ചെയ്യുന്ന റിലേഷൻഷിപ്പാണ് മദർ ആൻഡ് ചൈൽഡ് റിലേഷൻഷിപ്പ് ഇൻ ക്ലാസിക്കൽ മെഡിക്കൽ. അതായത് ഈ അസുഖങ്ങളിലേക്ക് പോകുമ്പോഴും ഇത് നമുക്ക് അവിടെ അപ്ലിക്കബിൾ ആണ്. ഒരു അസുഖം കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് വേറൊരു ഓർഗനെ ബാധിക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു 2 വീലർ ഓട്ടിക്കുന്നു, സ്കൂട്ടറോ TVS അല്ലെങ്കിൽ സൈക്കിളോ, ഏതെങ്കിലും ഒരു നട്ടൊന്ന് ലൂസായി എന്ന് വിചാരിക്കുക. നമ്മൾ അതിനെ ശ്രദ്ധിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ വളരെ ചെറിയ ശബ്ദം വന്നുകൊണ്ടിരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? എവിടെയെങ്കിലും അത് വേറെ ഭാഗങ്ങളെ എഫക്ട് ചെയ്ത് അവിടെയുമൊക്കെ വൈബ്രേഷൻ വരാൻ തുടങ്ങും. ഇനിഷ്യലി വന്നിട്ട് ഒരു ചെറിയൊരു 5 മിനിറ്റ് കൊണ്ട് ഒരു സ്പാനർ കൊണ്ട് ടൈറ്റ് ആക്കുന്ന പ്രശ്നങ്ങൾ പിന്നീട് 1-2 നട്ടുകൾ മാറ്റേണ്ട സ്ഥിതിയിലേക്കും, അതുപോലെ തന്നെ വേറെ കുറേ ഭാഗങ്ങൾക്കും വേണ്ടി നമുക്ക് 10 രൂപയുടെ പണിക്ക് 1000 രൂപ ചെലവ് വരാറുണ്ട് അല്ലേ? അവർ പറയാറില്ലേ, ഇത് ഇത്തിരി നിങ്ങൾ നേരത്തെ ചെയ്തതാണെങ്കിൽ ഇത്ര ബാധിക്കില്ലായിരുന്നു എന്ന് പലപ്പോഴും നിങ്ങൾ ഒരു വണ്ടി വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ പറയും. വണ്ടി മാത്രമല്ല, എല്ലാത്തിനെയും പെട്ടെന്ന് നമുക്ക് പറയാൻ ഒരു എളുപ്പത്തിന് ഞാൻ വാഹനം എന്ന് പറഞ്ഞു എന്ന് മാത്രം. സോ ഇതേപോലെ തന്നെയാണ് അസുഖങ്ങൾ വന്നിട്ട് ഒന്നിൽ നിന്ന് തുടങ്ങി ആ സമയത്ത് നിങ്ങൾ ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ അത് അടുത്ത ഓർഗനെ ബാധിക്കും. അടുത്ത ഓർഗനെ തൊട്ടടുത്തതിനെ തന്നെ ബാധിക്കണമെന്നില്ല. അത് ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങളുടെ സ്ട്രക്ചറലി നിങ്ങളുടെ ഓർഗന്റെ ഫീഡ് ലെവലിനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഒരു മിനിറ്റ്, ഒരു കോളാണ്, ഞാൻ പിന്നെ എടുക്കാം. അപ്പം തമ്മിൽ ഇത് ഞാൻ ഈ പറയുന്നത് ചിലപ്പോൾ രോഗങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ ഒന്നിനെയും പറയാത്തൊരു എക്സാമ്പിളാണ് പറയുന്നതെങ്കിൽ പോലും ഇത് പ്രകൃതിയിലുള്ള എല്ലാത്തിനും ബാധകമാണെന്ന് മാത്രം മനസ്സിനകത്ത് വെച്ചാൽ മതി. The one that promotes is the mother and the one being promoted is the child. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. So the inter-promoting relationship among the 5 elements is also known as the mother and child relationship. അപ്പോൾ ക്രിയേറ്റീവ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദർ ആൻഡ് ചൈൽഡ് റിലേഷൻഷിപ്പ് സൈക്കിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് വ്യത്യാസം ഉണ്ടാവും, പക്ഷെ സംഭവം ഒന്ന് തന്നെയാണ്. നമ്മളിതെല്ലാം പറഞ്ഞാണല്ലോ. ഓക്കെ, സോ ഇതൊരു റിലേഷൻ മനസ്സിലായി. അപ്പോൾ നമുക്കിവിടെ ക്രിയേഷൻ നടന്നു. അപ്പോൾ ക്രിയേഷൻ പറയുന്ന ഓർഡർ ഏതാ പറഞ്ഞത്? ഫയർ നിന്ന് എർത്ത്, എർത്ത് നിന്ന് മെറ്റൽ നിന്ന് വാട്ടർ നിന്ന് വുഡ് നിന്ന് ഫയർ. ഈ സൈക്കിളാണ് ക്രിയേറ്റീവ് സൈക്കിൾ അല്ലെങ്കിൽ ജനറേറ്റിംഗ് സൈക്കിൾ, സപ്പോർട്ടിംഗ് സൈക്കിൾ, മദർ ആൻഡ് ചൈൽഡ് റിലേഷൻഷിപ്പ് സൈക്കിൾ, ഇങ്ങനെ എല്ലാം വരും. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു ക്രിയേഷൻ മാത്രം ഉണ്ടായത് കൊണ്ട് കാര്യമുണ്ടോ? ഇങ്ങനെ ഒരു ക്രിയേഷൻ മാത്രം ഉണ്ടായാൽ മാത്രം പോരാ, ഇതിനൊരു കൺട്രോളിങ് ആസ്പെക്ട്സ് വേണം. ഓക്കെ, ഒന്നിൽ നിന്ന് ഒന്നിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കൂടെ പറ്റണം. സോ അതിനൊരു കൺട്രോളിങ് സൈക്കിളും വേണം. അപ്പോൾ നിയന്ത്രിക്കാൻ എന്ത് വേണം? ഒരു റഫറി വേണം, വേണ്ടേ? റഫറി ഇല്ലാണ്ട് കളിച്ചാൽ നമ്മൾ തമ്മിൽ അടിയും ബഹളം ഉണ്ടാവും. അപ്പോൾ നമുക്ക് നിയന്ത്രിക്കണമെങ്കിൽ ആര് വേണം? ഒരു എക്സ്ട്രാ റഫറി വേണം. നമ്മൾ പറഞ്ഞു പ്രകൃതിയിൽ 5 എലമെന്റ് മാത്രമേ ഉള്ളൂ, 5 എലമെന്റ് ഇല്ലാതെ വേറൊന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെ റഫറി ആയിട്ട് ആരെയെ വെക്കാൻ പറ്റത്തുള്ളൂ? ഈ 5 എലമെന്റിൽ ഏതെങ്കിലും ഒരാളെ മാത്രമേ വെക്കാൻ പറ്റൂ, അല്ലേ? ഇപ്പൊ എക്സാമ്പിൾ, ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു പേര് വിളിക്കുമ്പോൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന പേര് എല്ലാ ക്ലാസ്സും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിഖില എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ് നിഖിലയെ വിളിക്കണത്?
സംശയങ്ങൾ കൂടുതൽ ചോദിക്കുന്നോണ്ടാണ്. സംശയങ്ങൾ ചോദിക്കുന്നതുകൊണ്ടല്ല, എനിക്ക് നിഖിലേനെ അറിയാം, അതുകൊണ്ട്. സൈദേനെ അറിയാം, പെട്ടെന്ന് പേര് ഓർമ്മ വരാത്തതുകൊണ്ടാണ്, പിന്നെ ഫ്രണ്ടിൽ വരാറുമില്ല. കുറേ പേരില്ല, മൊത്തം 3 പേരുടെ പേരേ കാണുള്ളൂ. അതിൽ 2 മാത്രമാണ് വിസിബിൾ ആയിട്ടുണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് അവരെ പരിചയമുള്ളത് കൊണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ക്രിയേറ്റീവ് സൈക്കിൾ, നമ്മുടെ ഈ ജനറേറ്റിംഗ് സൈക്കിളിൽ എപ്പോഴും അമ്മയ്ക്ക് വന്നിട്ട് സ്വന്തം മകനോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടാവുക, അല്ലേ? അപ്പൊ റഫറയാക്കി വെച്ച് കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വേറെ ആൾക്കാരെ ഏൽപ്പിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പ്രൈവറ്റ് കമ്പനികളിലൊക്കെ വർക്ക് ചെയ്ത ആളുകളാണെങ്കിൽ അറിയാം, പ്യുവർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലാണെങ്കിൽ അവിടെ കുറച്ച് സ്പൈസ് ഉണ്ടാവും, സ്പൈ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരുടെ ജോലി എന്തായിരിക്കും മെയിനായിട്ട് ചോദിച്ചാൽ, വേറെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ കാഷ്യർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ കാഷ്യറിൻ്റെ റൂമിൽ തന്നെ ഇരിക്കുന്ന ഇനി ഒരാളെ ഏർപ്പെടുത്തും. ഇയാൾ എന്താണ് ചെയ്യണമെന്ന് നോക്കാൻ വേറൊരാളെ വെക്കും. ശ്രദ്ധിച്ച് ആരെങ്കിലും വർക്ക് ചെയ്ത് പരിചയമുണ്ടോ? അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പൈ ഉണ്ടാവും. എല്ലാവരും ആരെങ്കിലുമൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് മുതലാളിയോട് പോയി പറഞ്ഞിട്ട് പേര് സമ്പാദിക്കും. ഓക്കെ, അതിന് നമ്മൾ പല കളിയാക്കുന്ന പേരുകൾ അവരെ വിളിക്കാറുണ്ട്. പക്ഷെ അത് പ്രാക്ടിക്കലി ഉള്ളതാണ് കേട്ടോ. നമ്മുടെ പ്രകൃതിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ കൺട്രോളിങ് സൈക്കിൾ എന്ന് പറയാം. ഓക്കെ, കൺട്രോളിങ് സൈക്കിൾ എന്ന് പറയുന്നത് അതിനെയാണ്. ആരാണ് ആരെ നിയന്ത്രിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെളിയിൽ നിന്നുള്ള ഒരാളെ നമുക്കിവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ ഒരാളില്ല. ഇവിടെ എന്തേ ഉള്ളൂ? 5 എലമെന്റേ ഉള്ളൂ. ഈ 5 എലമെന്റിനെ വേണമെങ്കിൽ നിങ്ങൾ 6ആയിട്ടോ 7ആയിട്ടോ 8ആയിട്ടോ 10ആയിട്ടോ വിഭജിക്കാന്ന് പറഞ്ഞാലും ഇവിടെ 5 എലമെന്റ് ആണ് TCM പ്രകാരം ഉള്ളത്. അതിന്റെ വകഭേദങ്ങളാണ്. നിങ്ങൾ വേറെ ഏത് സിസ്റ്റത്തിൽ പോയി കഴിഞ്ഞാലും, 6 കീ പോയാലും ശരി, ട്രൈ ഒറിജിനിൽ പോയി കഴിഞ്ഞാലും ശരി, ഫണ്ടമെന്റലി ഈ 5 തന്നെയാണ്. ഈ 5 തന്നെയാണ് അവർ സ്പ്ലിറ്റ് ചെയ്യുന്നത്. സോ ഇപ്പം ഫയറിനെ കൊണ്ട് എർത്തിനെ കൺട്രോൾ ചെയ്ത് മറ്റേ ജനറേറ്റിംഗ് സൈക്കിളിൽ വരുന്നതാണ്, അല്ലേ? അതിന് പകരം ഫയറിനെ കൊണ്ട് മെറ്റലിനെ കൺട്രോൾ ചെയ്യാൻ പറയാ, മെറ്റലിനെ കൊണ്ട് വുഡിനെ കൺട്രോൾ ചെയ്യാൻ പറയാ. അപ്പൊ എന്തായി? നമ്മുടെ വീട്ടിൽ പണ്ട് കാലത്തൊക്കെ നോക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും നമ്മളെ കുട്ടികളെ നോക്കുന്നതിനെ കൂടുതലും നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ആ വീട്ടിലെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരായിരിക്കും. അതായത് എൻ്റെ ഏജിലുള്ളവർക്കൊക്കെ. ഇപ്പോഴത്തെ ജനറേഷൻസിന് ഈ കൺട്രോളിംഗ് എന്നുള്ള വാക്ക് തന്നെ അറിയില്ല. നമ്മളെല്ലാവരും ഇപ്പോൾ പുതിയ ജനറേഷൻസ് ഒക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ അവകാശങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും നല്ല ബോധ്യവാന്മാരാണ്. എനിക്ക് കിട്ടാനുള്ളതാണ്, എനിക്കിത് എൻ്റെ അവകാശമാണ്, എനിക്കിത് കിട്ടണം എന്നുള്ളത് എല്ലാ വിധത്തിലും അറിയാം. നമുക്ക് രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ മതപരമായിട്ടും അതല്ലെങ്കിൽ സൊസൈറ്റിയിൽ വേണ്ട എല്ലാ ആവശ്യങ്ങളും, നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് നല്ല ബോധ്യവാന്മാരാണ്, ബോധമുള്ളവരാണ്. പക്ഷെ നമുക്കൊരു കടമയുണ്ട്. ആ കടമകളെ കുറിച്ച് നമ്മൾ ഒരിക്കലും ബോധവാന്മാരല്ല. ആസ് എ ഭാരതീയ ഇപ്പൊ ഓരോ രാജ്യത്ത് ജനിച്ചാലും അവിടുത്തെ പൗരൻ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന സ്കൂളിലാണെങ്കിൽ അവിടെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടോ ടീച്ചറായിട്ടോ ഉള്ള കടമകൾ, അതേമാതിരി തന്നെ ഒരു വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കുള്ള കടമകൾ, അല്ലെങ്കിൽ അമ്മയ്ക്കും അച്ഛനും മക്കളോടുള്ള കടമകൾ, അങ്ങനെ പരസ്പരം കടമകളാൽ നമ്മൾ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ കടമകളെ കുറിച്ച് നമ്മൾക്ക് അറിഞ്ഞാലും അറിയാൻ ശ്രമിക്കാറില്ല. പക്ഷെ അവകാശങ്ങളെ കുറിച്ച് മാത്രം നമ്മൾ നല്ല ബോധവാന്മാരാണ്. അതുകൊണ്ടാണ് നമ്മളും നമ്മുടെ നാടും ഒന്നിച്ചിട്ട് ചീത്തയായി പോകുന്നത്. നമ്മൾ അറിയുന്നില്ല. നമ്മുടെ അവകാശങ്ങളെ മാത്രം നമ്മൾ ഉത്ബോധിച്ചു കൊണ്ടിരുന്ന് നമ്മുടെ കടമകളെ മര്യാദയ്ക്ക് നിറവേറ്റിയില്ലെങ്കിൽ ആ സമൂഹം തന്നെ കാലക്രമേണ ഇല്ലാണ്ടായി പോകും. അത് നിങ്ങൾക്ക് മറ്റേ പ്രകൃതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഓരോ രാജ്യങ്ങളുടെയും സംഭവവികാസങ്ങളെയും ഓരോ കുടുംബത്തിലെയും കാര്യങ്ങളെ തന്നെ നിങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടവിടെയും നിങ്ങൾക്ക് ഇത് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഒന്ന് വേറൊന്നിനെ കൺട്രോൾ ചെയ്യുന്നു. ഇതിന് എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഒരു മെറ്റൽ എന്ന് പറയുന്ന സാധനത്തിനെ നമുക്ക് എന്ത് പരിണാമപ്പെടുത്തണം എന്നുണ്ടെങ്കിലും അത് ചൂടാക്കണം. വായുവിനെ ചൂടാക്കി കഴിഞ്ഞാൽ വായു വന്നിട്ട് മൂവ്മെന്റ് തുടങ്ങും, ഇല്ലേ? സഞ്ചാരം തുടങ്ങും, ശരിയല്ലേ? ആണോ? വായുവിന് മാത്രമല്ല, നിങ്ങൾക്കൊരു ഇരുമ്പായിക്കോട്ടെ അല്ലെങ്കിൽ സ്വർണ്ണം ആയിക്കോട്ടെ വെള്ളി ആയിക്കോട്ടെ, ആ സാധനത്തിനെ രൂപാന്തരപ്പെടുത്തണം എന്ന് പറയുന്നത് അതിനെ നിയന്ത്രിക്കുന്നു എന്നുള്ള അർത്ഥമാണല്ലോ, അല്ലെ? അതിന് ഞാൻ ഒരു സിനിമ മറ്റേ സ്വർണ്ണക്കട്ടി എൻ്റെ കയ്യിലുണ്ട്, അതിനെ മോതിരമോ അല്ലെങ്കിൽ ചെയിനോ വളയോ ആക്കണമെങ്കിൽ അതിനെ ഞാൻ ഇഷ്ടപ്പെട്ട രീതിയിൽ കൺട്രോൾ ചെയ്യണം. അങ്ങനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ആ സാധനത്തിന് എന്ത് ചെയ്യണം? ആദ്യം ചൂടാക്കണം. നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ആയിട്ട് അതിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ അപ്പോഴും കുക്കിംഗ് അവിടെ ഉണ്ട്, ഇല്ലേ? ഒരു ഫയർ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കാൻ പറ്റുള്ളൂ? മെറ്റലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, ശരിയല്ലേ?
ആണോ? ശരിയാണ്. നിഖില, അതാ സൈദ, അതെ സാർ. സൈദ ഷബാനയല്ലത്? അതെ സർ. ഓക്കെ. അതേപോലെ തന്നെ ഒരു മരത്തിനെ നിയന്ത്രിക്കണമെങ്കിൽ മരത്തിന്റെ ചില്ലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു തേക്കാണ് വെച്ചിരിക്കുന്നതെങ്കിൽ തേക്കിന്റെ ചില്ലകൾ നമ്മൾ എപ്പോഴും മുറിച്ച് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഉയരമുള്ള മരം ആക്കണമെങ്കിൽ ഈ മരത്തിനെ നിയന്ത്രിക്കാൻ നമുക്ക് എന്ത് വേണം? ഒരു മെറ്റൽ കൊണ്ടിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം വേണം, അല്ലേ? അതിനെ മുറിക്കാനാണെങ്കിലും ശരി, എന്ത് തന്നെ ആണെങ്കിലും ശരി. വൃക്ഷങ്ങളിലൊക്കെ നിറയെ ഉണങ്ങിയ ഇലകൾ നിൽക്കുന്നു, വീണു പോകുന്നില്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ ഒരു കാറ്റെങ്കിലും വേണ്ടേ? അപ്പൊ ആ ഇലകളൊക്കെ താഴെ വീഴും. ആണോ? സൈദ ആൻഡ് നിഖില അതെ സർ. അല്ലേ? അപ്പൊ മെറ്റൽ കൊണ്ട് നമുക്ക് വുഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഭൂമി എന്ന് പറയുന്ന സാധനത്തിന് നമുക്കത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്ത് പറഞ്ഞാലും നമ്മൾ പറയും ഒരു ഉരുൾപൊട്ടൽ ഉണ്ടെങ്കിൽ എന്ത് കാരണം? അവിടുത്തെ മരങ്ങളൊക്കെ വെട്ടി മനുഷ്യന്മാർ വീട് കൊണ്ടുവച്ചു, ശരിയല്ലേ? അപ്പൊ മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ അതിനെ നിയന്ത്രിച്ച് നിർത്തണമെങ്കിൽ ആര് വേണം? വുഡ് വേണം, വേണ്ടേ? സൈദ, നിഖില, നിങ്ങൾ രണ്ടുപേരാണ് ഇന്ന് എനിക്ക് ഉത്തരം പറയേണ്ടത്. ബാക്കിയുള്ളവരൊന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നിഖില ആൻഡ് സൈദ. ഓക്കെ. അതേപോലെ തന്നെ മണ്ണ് വന്നിട്ട് നമ്മളൊരു സ്ഥലം വെറുതെ ഇട്ടിരിക്കണമെന്ന് വെക്കുക. വെറുതെ നമ്മൾ സ്ഥലം വാങ്ങി ഒരു 10-20 സെന്റ് സ്ഥലം അല്ലെങ്കിൽ 5 സെന്റ് സ്ഥലം അല്ലെങ്കിൽ 1 ഏക്കർ സ്ഥലമോ വാങ്ങി വെറുതെ വെച്ചിരിക്കണമെങ്കിൽ കാണുന്നവരൊക്കെ പറയും, എന്തിനാണ് ആ ഭൂമിനെ ഇങ്ങനെ കേടുവരുത്തണ? അതിലെന്ത് വയ്ക്കാൻ പറയും? എന്തെങ്കിലും ചെടികൾ വെച്ചുകൂടെ എന്ന് പറയും, ഇല്ലേ? പറയാറുണ്ടോ? പറയാറുണ്ട്. അപ്പൊ ഒരു ഭൂമിനെ കൺട്രോൾ ചെയ്യാൻ, അതിനെ പിടിച്ചു നിർത്താൻ, അതിന്റെ മാക്സിമം യൂട്ടിലൈസേഷൻ ചെയ്യണമെങ്കിൽ ആര് നിയന്ത്രിക്കണം? വുഡ് വേണം. അപ്പൊ മണ്ണൊലിപ്പിനെ തടയാനും പറ്റും, മണ്ണിനകത്തുള്ള എക്സസ് ആയിട്ടുള്ള മൂലകങ്ങളെ വലിച്ചെടുക്കാനും ആർക്കേ കഴിയുള്ളൂ? വുഡിനെ കഴിയുള്ളൂ. ക്ലിയർ ആണോ? ഇനി ഒരു ചെടിയും വെച്ചില്ല എങ്കിൽ നിങ്ങൾ ഒരു ചെടിയും വെച്ചില്ലെങ്കിൽ മണ്ണിന്റെ ഹാർഡ്നെസ് കൂടും, പിന്നീട് അവിടെ എന്ത് വെച്ചാലും വരത്തില്ല. അപ്പോൾ അങ്ങനെ അവിടെയുള്ള എക്സസ് ഹാർഡ്നെസ് പോകണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഭൂമിയിൽ സസ്യജാലങ്ങൾ വെച്ച് പിടിപ്പിക്കണം. ഇനി നമ്മൾ വന്നിട്ട് എവിടെയെങ്കിലും വന്നിട്ട് ഒരു ലിക്വിഡ് വന്നിട്ട് റോട്ടിൽ ബ്ലഡോ മറ്റേക്ക് ചിന്തിന്ന് വെക്കുക, ഓയിൽ ചിന്തി എന്ന് വെക്കുക. നമ്മൾ പെട്ടെന്ന് അവിടെ മണ്ണെടുത്തിട്ടാണ് ഇടുക, അല്ലേ? എന്തുകൊണ്ടാണ് മണ്ണിനെ ഇടുന്നത്? അതേമാതിരി നമ്മുടെ മുറ്റത്തൊക്കെ വന്നിട്ട് വെള്ളം നിറഞ്ഞ് നിൽക്കുന്നു, മഴ പെയ്തു അല്ലെങ്കിൽ കഴുകി വിട്ട് വെള്ളം നിൽക്കുന്നു. പണ്ടൊക്കെ വന്നിട്ട് എപ്പോഴും മണ്ണിന്റെ പ്രതലം ഉണ്ടാവുക. അപ്പൊ മണ്ണിനെ തന്നെയാണ് അവിടെ എടുത്തിടുക. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിനെ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള കഴിവ് എർത്തിന് കൂടുതലാണ്. അതുകൊണ്ടാണ് പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ, നമ്മുടെ ഭൂമിയിൽ കരയിൽ ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് വെള്ളമാണ്, അല്ലേ? ആണോ? അപ്പോൾ എർത്തിന് വെള്ളത്തിനെ ഹോൾഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ അഗ്നിയെ നമ്മൾക്ക് ശമിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് വെള്ളമാണ്. അതുകൊണ്ടാണ് ഫയർ ഫോഴ്സ് എന്ന് പേര് വെച്ചിട്ട് ആ വണ്ടിക്കകത്ത് വെള്ളം നിറച്ച് വരുന്നത്, ശരിയല്ലേ? ഫയർ ഫോഴ്സ് എന്നാണ്, പക്ഷെ വണ്ടിക്കകത്ത് എന്താ ഉള്ളത്? വെള്ളമാണ്. ഫയറിനെ കൺട്രോൾ ചെയ്യാൻ എന്ത് വേണം? നമുക്ക് വെള്ളം വേണം. അപ്പൊ തമ്മിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോളിങ്ങുമായോ? ഈ 5 അങ്ങോട്ട് പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ പരസ്പരം എന്തും കൂടെ ചെയ്യുന്നുണ്ട്? കൺട്രോളിങ്ങും കൂടെ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഈ 2 നിങ്ങൾ TCMലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് മറന്നേ പോകരുത്. പിന്നെ ഇതിന് നമുക്ക് കുറേ വകഭേദങ്ങൾ പഠിക്കാം. ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള 1-2 നമുക്ക് പഠിക്കാം. കൺട്രോൾ ചെയ്യാൻ ഇത് മാത്രമല്ല. ഇപ്പോൾ ഒരു വീട്ടിൽ ഭാര്യ, ഭർത്താവ്, ഒരു കുഞ്ഞുണ്ടെന്ന് വെക്കുക. ഫയർ, എർത്ത്, മെറ്റൽ തന്നെ ആയിക്കോട്ടെ. അച്ഛൻ എന്ന് പറയുന്നത് ഫയറാണ്, അമ്മ എന്ന് പറയുന്നത് എർത്താണ്, മകൻ എന്ന് പറയുന്നത് മെറ്റലാണ്. ഇപ്പൊ ഭാര്യ കടന്നിട്ട് ഭയങ്കര ദേഷ്യത്തിലാണ്, മിശി എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊരു ചെറിയൊരു സംഭവത്തിന്. നിങ്ങളുടെ വീട്ടിലൊക്കെ നടക്കുന്നുണ്ടാവും അങ്ങനെ. ആ ഒരു കുഞ്ഞു കുട്ടിയാണ് മെറ്റല്. ആ കുട്ടി എഴുന്നേറ്റ് കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ദേഷ്യം കൂടുകയാണോ ചെയ്യുക? അത് മറിച്ച് കൺട്രോൾഡ് ആവുകയാണോ ചെയ്യുക? നിഖില, സൈദ. ചെറിയ കുഞ്ഞാണ്, കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും.
അമ്മ എന്ത് ചെയ്യും, പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്യും നമ്മുടെ എനർജി, ആ ഫയർ എങ്ങനെ കുറഞ്ഞ്, ദേഷ്യം കുറഞ്ഞ് കുട്ടീനെ എടുത്തിട്ട് വിശക്കുന്ന സമയമാണ് വെച്ചാൽ അതിന് പാല് കൂട്ടാനോ അല്ലെങ്കിൽ ഉറക്കിപ്പിക്കാനോ എന്തെങ്കിലും ട്രൈ ചെയ്ത് ആ ഡൈവേർഷൻ ആവും, ഇല്ലേ? ആവില്ലേ? അതെ സർ. അപ്പൊ മകൻ വിചാരിച്ചാലും അമ്മേനെ നിയന്ത്രിക്കാൻ പറ്റൂലേ? പറ്റോ ഇല്ലയോ? സൈദ പറഞ്ഞില്ല ഉത്തരം, നിഖില മാത്രമേ പറഞ്ഞുള്ളൂ. ആണോ സൈദ? പറ്റും സർ. പറ്റും. സൈദ വളരെ സൈലന്റ് ആയിട്ട് കുട്ടിയാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് കുറച്ച് നേരം ആലോചിക്കുന്നത്, അല്ലേ? അപ്പോ തമ്മിൽ നിറയെ ബന്ധങ്ങൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, സോ ദ ഇന്ററാക്ടിങ് ഹിയർ മീൻസ് ടു ബ്രിങ് അണ്ടർ കൺട്രോൾ. എന്താണെന്ന് വെച്ചാൽ പലരും വന്നിട്ട് ഇതിനെ ഡെസ്ട്രോയ് സൈക്കിൾ എന്നൊക്കെ വിളിക്കും. ശരിക്കും പറഞ്ഞാൽ അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. കൺട്രോളിങ് സൈക്കിൾ എന്ന് വിളിച്ചോളൂ, കുഴപ്പമില്ല. അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സൈക്കിൾ എന്ന് പറഞ്ഞു. പലരും ഡെത്ത് സൈക്കിൾ അല്ലെങ്കിൽ ഡെസ്ട്രോയിങ് സൈക്കിൾ എന്നൊക്കെ ഈ സൈക്കിളിന് പേരിടാറുണ്ട്. കൺട്രോളിങ് സൈക്കിളോ സൈക്കിളോ ഇടുന്നതാണ് എനിക്കിഷ്ടം. ഓക്കെ, അത് എക്സ്ട്രീം ലെവലിലാണ്. അതെന്തുകൊണ്ട് അങ്ങനെ പേര് വന്നേ? അതായത് മറ്റേ നമ്മൾ മെറ്റൽ കൊണ്ട് വുഡിനെ കട്ട് ചെയ്ത് കളയാലോ ഫുള്ളായിട്ട്. ഇപ്പൊ ഡെസ്ട്രോയ് ചെയ്യുന്നുള്ള അർത്ഥത്തിൽ അവർ ഡെസ്ട്രോയിങ് സൈക്കിൾ എന്ന് പറയും. ജസ്റ്റ് പറഞ്ഞു, പല പേരിൽ നമുക്ക് ഇതിനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്ന് മാത്രം. ഓക്കെ, സോ ദ ഓർഡർ ഓഫ് ഇന്ററാക്ഷൻ ഈസ് വുഡ് ആക്ട്സ് ഓൺ എർത്ത്. ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് ഇട്ടു എന്ന് മാത്രം. സോ ഒരേ സമയത്ത് തന്നെ പ്രകൃതിയിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്? ക്രിയേഷനും നടക്കുന്നുണ്ട്, കൺട്രോളിങ്ങും നടക്കുന്നുണ്ട്, ഉണ്ടല്ലോ. ഇങ്ങനെയാണ് ഈ പ്രകൃതി നിലനിൽക്കുന്നത്. ഇതേപോലെ തന്നെയാണ് പ്രകൃതിയിലകത്തുള്ള എല്ലാ സാധനങ്ങളും. ഇപ്പൊ ഭൂമി നിലനിൽക്കുന്നത് ഈ ഒരു ക്രിയേഷൻ ആൻഡ് കൺട്രോളിങ് സൈക്കിളിലൂടെ തന്നെയാണ് നിൽക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ശരീരത്തിനകത്തും ഇടുന്നത്. പ്രൊമോഷൻ, ജനറേഷൻ, അതിൻ്റെ ഒപ്പം നിയന്ത്രണം. പണ്ട് കാലത്ത് സ്കൂളിലൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. അവരെ നമ്മളെ പഠിപ്പിക്കും, നമ്മളെ ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിക്കും, അതിൻ്റെ ഒപ്പം നമ്മളെ നിയന്ത്രിക്കും. ഇന്ന് ഈ നിയന്ത്രണം എന്നുള്ളത് സ്കൂളുകളിൽ മാത്രമല്ല വീടുകളിൽ പോലും ഇല്ലാണ്ടായതിൻ്റെ ഫലമാണ് ഇന്നത്തെ സമൂഹം ഇത്രയേറെ അധപ്പതനത്തിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ന് എന്താ പറയുക, ക്രിയേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ, കൺട്രോളിങ് പ്രോപ്പറായി നടക്കുന്നില്ല. നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും. ഓരോ സ്കൂളുകളിലും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലും സൊസൈറ്റിയിലും നടക്കുന്ന എല്ലാത്തിൻ്റെയും സൂക്ഷ്മത്തിലേക്ക് പോയി കഴിയുന്ന സമയത്ത് ഒരു രാജ്യത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളായിക്കോട്ടെ എല്ലാം തന്നെ ആരെയും നിങ്ങൾ റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ കൺട്രോൾ പോയി എന്നർത്ഥം. അതേപോലെ തന്നെയാണ് ടീച്ചേഴ്സ് കുട്ടികളെ തല്ലാൻ പാടില്ല. വീട്ടിൽ വന്നിട്ട് ഇപ്പൊ നമ്മളിവിടെ ആ ഒരു സ്റ്റേജ് വരുന്നേ ഉള്ളൂ. ഇപ്പൊ അമേരിക്കയിലും മറ്റുമൊക്കെ വന്നിട്ട് പാരൻസിന് കുട്ടികളെ തല്ലുന്നു എന്ന് പറഞ്ഞ് കുട്ടികൾ പോയി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ പാരൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് കേസാണ്. പല വിദേശ രാജ്യങ്ങളിൽ അത് നിലനിൽക്കുന്നുണ്ട്. ഇന്ന് വീട്ടിലുള്ളവർ കുട്ടികളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ കുട്ടികളെ വളർത്തുന്നു എന്നുള്ള രീതിയിൽ ആക്ച്വലി നമ്മൾ നശിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിനൊരു എക്സാമ്പിളാണ്, ഒരു പെൺകുട്ടീനെ വന്നിട്ട് മാക്സിമം പഠിപ്പിക്കും, അവർക്ക് പക്ഷെ വീട്ടിൽ അടുക്കളപ്പണിയോ മറ്റൊന്നും അറിയില്ല. അവർ കല്യാണം കഴിഞ്ഞ് അയപ്പിക്കുമല്ലോ, കല്യാണം നിങ്ങളുടെ വീട്ടിൽ തന്നെ നിർത്തുന്നില്ല. സോ ആ വീട്ടിൽ പോകുന്ന സമയത്ത് അവർക്ക് അവിടെ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. എന്തുകൊണ്ടാണ് വെച്ചാൽ ഇന്നായിട്ടും യാങ്ങായിട്ടും ഇരിക്കണം. അതല്ല എങ്കിൽ ഇന്നിന് പറ്റിയ പോലെ ഒരു യാങ്ങിനെ കിട്ടണ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ വിടണം. ഇതെല്ലാം തന്നെ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും കേട്ടോ. ഞാൻ ഓരോന്നും സ്പെസിഫിക് ആയി എടുക്കുന്നില്ല. നിങ്ങളെല്ലാവരും എന്നെക്കാൾ നിറയെ പഠിച്ച ആളുകളാണ് ഇതിനകത്ത് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഈവൻ നിഖില പോലും ഞാൻ ഗ്രാജുവേറ്റ് ആണെങ്കിൽ അവർ PG മറ്റ് കംപ്ലീറ്റ് ചെയ്ത ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാത്തിനും അനലൈസ് ചെയ്യാൻ പറ്റും. ഒരു വ്യക്തി, ഒരു വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ, ഒരു സമൂഹത്തിൽ, ഒരു സൊസൈറ്റിയിൽ, ഒരു രാജ്യത്ത്, ഭൂമിയിൽ നടക്കുന്ന എല്ലാത്തിനും ഈ ക്രിയേഷൻ ആൻഡ് കൺട്രോളിങ്ങിൻ്റെ അഭാവം പ്രകടമാകും. അപ്പോൾ എപ്പോഴും ഒരു നിയന്ത്രണം ഉണ്ടാവണം, അതിനൊപ്പം തന്നെ സപ്പോർട്ടീവും ഉണ്ടാവണം. ഇത് രണ്ടെണ്ണത്തിൽ നിയന്ത്രണം മാത്രമായിട്ടും മാറാൻ പാടില്ല, ക്രിയേഷൻ മാത്രമായിട്ടും പാടില്ല. ദ ഷുഡ് ബി ബോത്ത്, ഇറ്റ് ഷുഡ് ബി ബാലൻസ്ഡ് വെൽ. അല്ലെങ്കിൽ ഈ ബാലൻസ് തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സൊസൈറ്റി തന്നെ ഇല്ലാണ്ടാവും, ഇന്നല്ലെങ്കിൽ നാളെ. ഓക്കെ, അത് ഫാമിലിയിലാണെങ്കിൽ ആ ഫാമിലി തന്നെ ഇല്ലാണ്ടാവും.
അത് നമുക്ക് ഇപ്പൊ തന്നെ കാണുന്നുണ്ടല്ലോ അല്ലെ. ഇപ്പൊ അമ്മ മകനെ കുത്തി കൊന്നു, അല്ലെങ്കിൽ അച്ഛൻ മക്കളെ കൊന്നു, അല്ലെങ്കിൽ ഫാമിലിയെ കൊന്നു എന്നൊക്കെ കാണുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ബാലൻസ്, അതായത് പഞ്ചഭൂതങ്ങളുടെ ഇംബാലൻസ് തെറ്റുന്നത് കൊണ്ട് തന്നെയാണ്. അത് എമോഷണലെയും ബാധിക്കും. സോ എല്ലാം കണക്റ്റഡ് ആണ് ഇതുമായിട്ട്. ഓക്കെ, ഇതെല്ലാം ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി ഒന്ന് രണ്ടെണ്ണം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒരു സിംറ്റം ആണ് ഓവർ ആക്ഷൻ അല്ലെങ്കിൽ ഓവർ കൺട്രോൾ ഓഫ് 5 എലമെന്റ്. അതായത് നമുക്കൊരു മറ്റേ എന്താ പറയുക, എന്താ പറയുക, ഒരു ചെറുതായിട്ടൊരു സ്വെല്ലിംഗ് ഉണ്ട് ഇവിടെ. സാധാരണ നമ്മൾ അമൃതാഞ്ജനോ അല്ലെങ്കിൽ മൂവ് പോലെ എന്തെങ്കിലും തേച്ചിട്ട് ഇവിടെ ചൂടാക്കിയിട്ട് നമ്മൾ അവിടുത്തെ ഇഷ്യൂസിനെ സോൾവ് ചെയ്യും. അതിന് പകരം ഓക്കെ, നല്ല തിളച്ച വെള്ളം തുണിയിൽ മുക്കിക്കൊണ്ടെന്ന് വെച്ചാലോ, അല്ലെങ്കിൽ ഒരു മെറ്റൽ ചൂടാക്കി കൊണ്ടെന്ന് വെച്ചാലോ, നമുക്കിവിടെ പ്രോബ്ലം മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ചൂടാക്കണം. ചൂടാക്കി കഴിഞ്ഞാൽ അറിയില്ലേ നിങ്ങൾക്ക് അവിടുത്തെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ തലവേദന വരുന്നു അല്ലെങ്കിൽ മുട്ടുവേദന വരുന്നു, നമ്മൾ അയോഡെക്സോ അമൃതാഞ്ജനോ എടുത്ത് തേക്കുന്ന സമയത്ത് അവിടെ ഹീറ്റാണ് ജനറേറ്റ് ചെയ്യുന്നത്. ആണോ നിഖില? അതെ സർ. അതിന് പകരം ഒരു ദോശക്കല്ല് ചൂടാക്കി കൊണ്ടെന്ന് വെച്ചാലോ പൊള്ളിപ്പോ. ഓവറായിട്ടുള്ള കൺട്രോൾ. ഇപ്പോൾ പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഡിഫൻസിൽ നിന്ന് വന്ന ആളുകൾ, അതല്ലെങ്കിൽ ഡിഫൻസിൽ പോകാതെ തന്നെ അതേമാതിരി നിലനിൽക്കുന്ന ഫാമിലീസിൽ അവിടെ കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ ഭാര്യയും മക്കളും ഒക്കെ വന്നിട്ട് എപ്പോഴാണ് സന്തോഷത്തോടെ ഇരിക്കാന്ന് വെച്ചാൽ മൂപ്പര് ജോലിക്ക് പോയാൽ വളരെ സന്തോഷത്തോടെ ഇരിക്കും. ഓക്കെ, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. സ്വന്തം അമ്മയിടത്തും മറ്റുമൊക്കെ ഫോൺ ചെയ്യാൻ പോലും വന്നിട്ട് ഏത് സമയത്ത് പ്രിഫർ ചെയ്യുന്ന ചോദിച്ചാൽ ഭർത്താവ് ജോലിക്ക് പോയിട്ട്. അതേമാതിരി തന്നെ ഏതെങ്കിലും അയൽവാസികളുടെ അടുത്ത് സംസാരിക്കാൻ പോലും അവർ ഏത് സമയത്ത് പ്രിഫർ ചെയ്യുന്ന വെച്ചാൽ ഭർത്താവ് ജോലിക്ക് പോയ സമയത്ത്. ഭർത്താവ് വരേണ്ട സമയമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും വീട്ടിൻ്റെ ഉള്ളിൽ അടച്ചു പൊടിച്ച് ഉള്ളിലാണ് ഉണ്ടാവുക. അങ്ങനെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് അതും ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ വന്നിട്ട് നിങ്ങൾ ഒരുപാട് സ്ട്രിക്റ്റ് ആക്കിയിട്ട് വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായ ഒറിജിനാലിറ്റി നഷ്ടപ്പെടും. പിന്നെ എവിടെ വിളിച്ചിട്ട് പോയി കഴിഞ്ഞാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരൊരു എന്താ പറയുക, പച്ചക്കറി പോലെ ആയിരിക്കും. വെച്ചവിടെ നിന്നവിടെ പോയവിടെ. അവരൊരു പണിയും ചെയ്യാതെ സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ പേടിപ്പെടുത്തിയിട്ടൊക്കെ വളർത്തുകയാണെങ്കിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമസ്കാരം പറയൂ പറഞ്ഞാൽ നമസ്കാരം പറയും. ഇനി അവരുടെ പേര് ചോദിക്കൂ എന്ന് പറഞ്ഞാൽ പേര് മാത്രം ചോദിക്കും. കണ്ടിട്ടില്ല അങ്ങനത്തെ കുട്ടികളെ? പ്രായമായിട്ടുണ്ടാവും ഇല്ലേ? സോ അതൊക്കെ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഓവർ കൺട്രോൾ ചെയ്തതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ എക്സ്ട്രീമായിട്ട് മാറും. എങ്ങനെയാ വെച്ചാൽ വീട്ടിലൊക്കെ ഭയങ്കര സ്റ്റേബിൾ ആയിരിക്കും, വൃത്തിയായിരിക്കും, ഒന്നും ചെയ്യില്ല. പക്ഷെ തൊട്ട വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ സാധനം അവന് പൊട്ടിക്കാൻ പറ്റുമോ അത്രയും പൊട്ടിക്കും, എന്തൊക്കെ വൃത്തികേട് കാണിക്കാൻ പറ്റുമോ അത്രയും വൃത്തികേടാക്കും. കാരണം അവിടെ അനുഭവിക്കുന്ന ആ സഫോക്കേഷൻ മുഴുവനും അവൻ റിലീസ് ചെയ്യുന്നത് വെളിയിൽ വന്നിട്ടായിരിക്കും. സോ ഓവർ ആക്ടിങ് അല്ലെങ്കിൽ ഓവർ കൺട്രോളിങ് അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇതും എന്താണ്, ഇംബാലൻസ് ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. ഇതേപോലെ ഏറ്റവും ഇതിനേക്കാളും വളരെ ഇമ്പാക്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇൻസൾട്ടിങ് സൈക്കിൾ. ഇന്ന് കാലത്ത് എല്ലാവരുടെയും കയ്യിൽ ഇൻസൾട്ടിങ് ഉള്ളൂ. ആരെ കണ്ടാലും ആരെങ്കിലൊക്കെ നമുക്ക് ഇൻസൾട്ട് ചെയ്യാതെ, പണ്ടൊക്കെ പറയും നമ്മൾ ഒരാളെ നോക്കിയിട്ട് നല്ലത് പറയാത്ത ഒരു ദിവസം ഉണ്ടാകാൻ പാടില്ല എന്ന്. പക്ഷെ നമ്മൾ ഇന്ന് നേരെ തിരിച്ചാണ്. ആരെയെങ്കിലും ഇൻസൾട്ട് ചെയ്യാതെ, പരദൂഷണം പറയാതെ അല്ലെങ്കിൽ കുറ്റം പറയാതെ നമ്മുടെ ഇന്ന് ഒരു ദിവസവും നമ്മളുടെ പോവാറില്ല. സോ ഇതൊക്കെ മെന്റലി നിങ്ങൾക്ക് എഫക്റ്റ് ഉണ്ടാവും. ആരാണെങ്കിലും ശരി, ആരുടെയെങ്കിലൊക്കെ കുറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് പറഞ്ഞ് നമ്മുടെ തെറ്റാണെങ്കിൽ പോലും ആ കുറ്റങ്ങളെ ഓരോരാളുടെ തലയിൽ കെട്ടിവെക്കുക. ഇതെല്ലാം തന്നെ ഇംബാലൻസ് ആണ്, രോഗമാണ്, രോഗവാഹികളുമാണ്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് മുത്തശ്ശിമാരോട് പേരക്കുട്ടികൾ വന്നിട്ട് എങ്ങനെയാണ് സംസാരിക്കുക എന്നുള്ളത് ചോദിച്ചാൽ മതി, നോക്കിയാൽ മതി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ. അല്ലെങ്കിൽ അച്ഛനമ്മമാരോട് കുട്ടികൾ സംസാരിക്കുന്ന രീതികൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. നമ്മൾ അങ്ങോട്ട് ഒരു വാക്ക് പറയുമ്പോൾ 4 വാക്ക് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ അവിടെ ഇൻസൾട്ടേഷൻ തുടങ്ങി. ഓക്കെ, വെളിയിലുള്ള ടീച്ചേഴ്സിനോട് സംസാരിക്കുമ്പോൾ ഇൻസൾട്ടേഷനാണ്, മുതിർന്നവരെ കാണുമ്പോൾ ഇൻസൾട്ടേഷനാണ്, പ്രായമുള്ളവരെ കാണുമ്പോൾ ഇൻസൾട്ടേഷനാണ്. നമ്മളെക്കാളും കുറച്ച് ഞാൻ അയൺ ചെയ്ത് വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിരിക്കണു, അയാളുടെ ഷർട്ടിലോ ഡ്രസ്സിലോ ഒരു സ്വല്പം അഴുക്കായിട്ടുണ്ടെങ്കിൽ നമ്മളപ്പോൾ ഇൻസൾട്ടേഷൻ തുടങ്ങി. ഇതെല്ലാം തന്നെ എന്താണ്, ഇംബാലൻസ് ആണ്.
ഓക്കെ, നമ്മുടെ അസുഖങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇതിൻ്റെയൊക്കെ പ്രഭാവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഇത് മനസ്സിലാക്കിയാൽ മതി. ആദ്യം പറഞ്ഞ 2 പ്രോപ്പർ ആയിരിക്കണം. ഏതൊക്കെയാണ്? ഈ കൺട്രോളിങ് സൈക്കിളും ഈ ജനറേഷൻ സൈക്കിളും പ്രോപ്പർ ആയിരിക്കണം. അത് നല്ല സിംറ്റമാണ്. അതേ സമയത്ത് ഈ ഓവർ ആക്ഷനും അല്ലെങ്കിൽ ഓവർ ആക്ടിങ് അല്ലെങ്കിൽ ഓവർ കൺട്രോളിങ്, ഓക്കെ, അതേമാതിരി തന്നെ ഈ ഇൻസൾട്ടിങ്, ഈ 2 നെഗറ്റീവ് ആസ്പെക്ട്സിൽ നമ്മൾ കണ്ടാൽ മതി. ഓക്കെ, ഇതിൻ്റെ തന്നെ മക്കളെ, ഇതുവരെ എന്തെങ്കിലും പറഞ്ഞതിൽ സംശയങ്ങളുണ്ടോ എന്ന് നിങ്ങളൊന്ന് പറയാമോ? ഞാൻ ഇനി എടുക്കാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എടുക്കാൻ കുറച്ചുകൂടെ സ്ലൈഡ്സ് ഉണ്ട്, പക്ഷെ എല്ലാം കൂടെ ഞാൻ തന്ന ഇത്തിരി ഓവർ ആവില്ലേ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നത്തോടെ ഇവിടെ നിർത്തുന്നത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കൺട്രോളിങ് സൈക്കിളും പിന്നെ വേറെ ഏതും കൂടി ശരിയായാലാണ് അത് പ്രോപ്പർ ആയിട്ടുള്ള ഇതാണെന്ന് പറഞ്ഞത്. ക്രിയേഷൻ ആൻഡ് കൺട്രോളിങ് പ്രോപ്പർ ആയിരിക്കണം. ഇൻസൾട്ടിങ്ങും ഓവർ ആക്ഷനും നെഗറ്റീവ് ആസ്പെക്ട്സിലാണ്. കൺട്രോളിങ്ങും ക്രിയേഷനും അല്ലേ? അതെ.